നമഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പത്രധർമ്മം എന്ന ഒരു വിഷയത്തിലാണ് കൊണ്ട് നിർത്തിയത്. എന്താണ് പത്രധർമ്മം? നാട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല പത്രധർമ്മം. അതിന് അവരവർക്ക് തോന്നുന്ന പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് വൈകാരിക ഭാവത്തിലൂടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ല പത്രധർമ്മം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താണ് പത്രധർമ്മത്തിന്? ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് പണ്ടും എന്നും ഇന്നും വെറുതെ ഈ ആളുകൾ തമ്മിൽ പറഞ്ഞു തന്നെ പറഞ്ഞോളും. അത്രയൊക്കെ ആവശ്യമുള്ളൂ. കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ പറയാനാണെങ്കിൽ അത് ആളുകൾ പരസ്പരം പറഞ്ഞു തന്നെ അങ്ങ് അറിഞ്ഞോളും. അത്രയൊക്കെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ലോകത്തിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പത്രത്തിലൂടെ ഒന്നും ആർക്കും അറിയാൻ പറ്റുകയില്ല, ലോകം മുഴുവനില്ല. അപ്പൊ നമുക്കൊരു ചെറിയ, ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. അത് പ്രേക്ഷകരെന്ന് പറയുന്നത് പോലെ വന്നോളും നമ്മുടെ ഉള്ളിലേക്ക്. അത് വരാതെ ഒരു ജീവിതം ഈ സാമൂഹ്യ തലത്തിൽ ഇല്ല. അതെല്ലാം ചേർന്നതാണ് ജീവിതം. അപ്പോ പിന്നെ എന്താണ് ഈ പത്രധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് പത്രങ്ങൾക്ക്, ദിനപത്രങ്ങൾ, വാർത്താപത്രങ്ങൾ, വാർത്താമാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ അംഗീകരിക്കുന്നവർക്ക് വളരെയധികം ആനുകൂല്യങ്ങളുണ്ട്. അതിനെ ഭരണത്തിന്റെ നാലാം തൂണായിട്ട് അതിനെ കാണുന്നുമുണ്ട്. വാസ്തവത്തിൽ നാലാം തൂണല്ല, അത് മൂന്നാമത്തെ തൂണായിട്ടാണ് വരേണ്ടത്. നാലാമത്തെ തൂണാണ് ജുഡീഷ്യറി. എന്താണ് ഈ മൂന്നാമത്തേതായിട്ട് വരണമെന്ന് പറഞ്ഞത്? ഇമ്പോർട്ടൻസ് അനുസരിച്ചും അതിന്റെ പ്രവർത്തന രീതിയും അനുസരിച്ചും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അത് മൂന്നാമത്തെ തൂണായിട്ട് വരണം എന്ന് പറഞ്ഞത്. ലെജിസ്ലേറ്റീവ് ആണ് ആദ്യം. ലെജിസ്ലേറ്റീവ് MLA MP എന്നൊക്കെ പറയുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ. എന്തിനാണ് ഈ MLAയും MPയും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് എന്താണ് പ്രത്യേകത? അവര് ഇലക്ട് ചെയ്യപ്പെടുന്നവരാണ്. ഇലക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തില് എത്രമാത്രം ഇവര് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ്. എത്ര ആളുകളുമായിട്ട് ഇവർക്ക് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നു. ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും അല്ലേ? ചിലർ ഇൻട്രോവേർട്സ് ആയിരിക്കും, അവരാരോടും മിണ്ടുകയില്ല, പറയുകയില്ല, അവരൊറ്റയ്ക്കിരിക്കും. ചിലർ കുറച്ചുകൂടി ഇറങ്ങി ആളുകളോട് സമ്പർക്കം പുലർത്തും. ചിലർ വളരെയധികം സമ്പർക്കത്തിലൂടെ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ പരസ്പരം ആശയം കൈമാറുന്നത് എത്ര വൈവിധ്യമായിട്ടാണ്. 10 പേരെ അറിയുന്ന ഒരാൾ ഒരു സൊസൈറ്റിയിൽ 10 പേരുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളയാള് ആ സൊസൈറ്റിക്ക് വേണ്ട ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് ഈ 10 പേരിൽ നിന്നായിരിക്കും. അതല്ല 100 പേരിൽ നിന്നാണ് മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ കുറെ കൂടി ആ സമൂഹത്തിന്റെ ആവശ്യകത കൂടുതലായിട്ട് മനസ്സിലാകും എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നയാളാണെങ്കിലോ അപ്പോൾ സമൂഹത്തിൽ ആവശ്യമായിട്ട് ദൈനംദിന ജീവിതത്തിനും നമ്മളുടെ ഒരു ദീർഘകാല ജീവിതത്തിനും ഒക്കെ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രത്യേക സമൂഹത്തിൽ ആവശ്യമായിട്ട് വരുന്നതെന്നും അത് എങ്ങനെയൊക്കെ പരിഹരിക്കാമെന്നും ഒക്കെ ഉള്ളൊരു ചിന്ത ഇത്രയും പേരുമായിട്ട് ഇങ്ങനെ നിരന്തരം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് അത് ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ എത്ര ജനങ്ങളുമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു
അതിന്റെ ഇവരുടെ ആ ജനബന്ധത്തിന്റെ വൈശാല്യത എത്രമാത്രമാണ് എന്ന് കണ്ടിട്ടാണ് അവരെ സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ അവര് ആണ് MLA എന്നും MP എന്നും ഒക്കെ പറയുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താണ്? ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഇതുപോലുള്ള ആളുകളാണ് മുഴുവൻ വരുന്നത്. ഒരു അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും വരുന്നതെല്ലാം ഇതേപോലെ സമാനമായിട്ട് ജനപ്രതിനിധികളായിട്ട് വരുന്നവരാണ്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കൂടിച്ചേരലിൽ, ഒരു ഡിസ്കഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അതത് പ്രദേശങ്ങളിലെ പ്രോബ്ലംസ് അനുസരിച്ച് എന്തൊക്കെ ചെയ്യാന്ന് അതത് പ്രതിനിധികൾ പറഞ്ഞിട്ട് അതിനനുസരിച്ച് പോസിബിൾ ആയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ, അസംബ്ലിയുടെ ആണെങ്കിലും പാർലമെന്റിന്റെ ആണെങ്കിലും ഉദ്ദേശം. ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കണതിന് എന്ത് വേണം? അതിന് ഇവർക്ക് ആർക്കും അതിൻ്റെതായിട്ടുള്ള ഈ അനുഭവം മാത്രമേ ഉള്ളൂ. അതിന്റെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചിട്ട ചെയ്യണം, ഒരു നിയമം നമ്മൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയും അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകണം. അതെങ്ങനെയാണ് ഉണ്ടാകണത്? അത് മുൻകാല നിയമങ്ങളെക്കുറിച്ചും ഇപ്പോഴുള്ള സാധ്യതയെക്കുറിച്ചും വരുംകാല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ശരിയായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ അറിയാവുന്നവരും അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരും അവരെയാണ് എന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അത് IAS, IPS, IFS എന്നൊക്കെ പറയുന്ന പോലുള്ള ആ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവര്, LLB ഇങ്ങനെയൊക്കെ ഉള്ള നിലവിലുള്ള നിയമത്തിന്റെ ആ നാൾവഴികളും ഇതിന് ഇപ്പോൾ നിലവിലുള്ള ബുദ്ധിമുട്ടുകളും ഇനി എങ്ങനെ ഇതിന് കൂടുതൽ ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞു കണ്ട് അതിനെ ചിട്ടപ്പെടുത്താനും ഒക്കെയായിട്ടും പിന്നെന്താണ് അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യാനും ഇത് നടപ്പാക്കണ സമയത്തേക്കും കൂടിയാണ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞുള്ളത് വരുന്നത്. അവരാണ് വാസ്തവത്തിൽ ഇതിനെല്ലാം ഒരു ക്രമീകരിച്ച രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് നാടിന്റെ ഓരോ സ്പന്ദനവും അറിയാവുന്ന കുറേ ജനങ്ങളുടെ കൂട്ടായ്മയായിട്ട് അസംബ്ലി എന്നും പാർലമെന്റ് എന്നും ഒക്കെ പറഞ്ഞ് അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കും. ആ നിയമനിർമ്മാണ സഭയാണ് അതൊക്കെ. അത് കഴിഞ്ഞ് ആ നിയമത്തെ ഇവര് ഒരു ആശയം കൊടുക്കലേ ഉള്ളൂ. അതിനെ ചിട്ട ചെയ്യലും അതിനെ സമൂഹത്തിലേക്ക് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യണത്, നിയമം നടപ്പാക്കുന്നതും ആണ് എക്സിക്യൂട്ടീവ്സ്. അത് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയും. മനസ്സിലാണ്ടോ? ഈ IAS തൊട്ട് താഴോട്ട് ഇങ്ങനെ ഈ പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ ഉള്ള എല്ലാവരും ചേർന്നാണ്. അതിനകത്ത് പ്രധാനം ഈ ശരിയായിട്ടുള്ള വിദ്യാഭ്യാസം കൂടുതലും അതിന്റെ പരിചയം കൂടുതലും അനുസരിച്ച് അതിന്റെ അവരുടെ ആ കർമ്മങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചിട്ട ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വേണ്ടത്? ഈ നിയമങ്ങൾ അവിടെ ഉണ്ടാക്കി നമ്മൾ ഷെൽഫിൽ വെച്ചാൽ പോരാ, അതിന് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിനാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. ആ പത്രധർമ്മം വെറുതെ വാർത്തയുണ്ടാക്കലല്ല. എങ്ങനെയാണ്? ഒരു സംഭവം നടന്നു, നല്ലതോ ചീത്തയോ ആയിട്ട് നോട്ടബിൾ ആയിട്ടുള്ള സൊസൈറ്റിക്ക് സാധാരണ ഒരു പ്രവർത്തന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നല്ലതുമാകാം മോശമാകാം. നല്ല ഒരു കാര്യം നടന്നാലും അറിയിക്കണം, മോശം കാര്യം നടന്നാലും അറിയിക്കണം. എന്തിനാണ് ജനത്തിന് ഇതറിയിക്കേണ്ടത്? അതറിയിക്കേണ്ടത് ഇന്ന ഇന്ന നിയമങ്ങൾ കൊണ്ട് ഇന്ന ഇന്ന പ്രയോജനങ്ങളുണ്ടായി എന്ന്
ജനങ്ങളുടെ മനസ്സിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ഈ നിയമങ്ങളുമായിട്ട് ജനങ്ങളെ വൈകാരികമായിട്ടും ബൗദ്ധികമായിട്ടും ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് പത്രധർമ്മം. അല്ലാണ്ട് ഈ ഒരാള് ഇനിയാളെ മർദ്ദിച്ചു, അല്ലെങ്കിൽ ഒരാള് വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി, ഇതൊക്കെ പറഞ്ഞ് നമ്മളുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ജിജ്ഞാസ ഉണർത്തുന്ന വിധത്തിൽ പറയാനുള്ളതല്ല. അതൊക്കെ നാട്ടിൽ നടന്നോളും. ഇവിടെ ഇന്ന കുഴപ്പം സംഭവിച്ചത്, ഇന്ന നിയമം ജനങ്ങളിൽ ശരിക്ക് ഒരു മോഷണം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രതിബദ്ധത അത് മനസ്സിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് മോഷണം നടന്നത്. അല്ലെങ്കിൽ മോഷണത്തിന് വേറെ എന്തെങ്കിലും സാഹചര്യം വന്നപ്പോൾ അവിടെ നിയമം എങ്ങനെ നടപ്പാക്കിക്കൊണ്ട് അയാൾക്ക് കഷ്ടകാലം, അയാളുടെ കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് പിന്നെ ചില ആനുകൂല്യങ്ങളുടെ വിധത്തിൽ നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ കാര്യങ്ങൾ ഒരു നിയമം ഉള്ളതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, അതുകൊണ്ട് ആ നിയമത്തിന്റെ ഗുണങ്ങൾ അങ്ങനെ വരും. ഇന്ന കുറ്റങ്ങളെ തടയാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഇനി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ജനങ്ങളിലേക്ക് വൈകാരികമായിട്ടും ബൗദ്ധികമായിട്ടും ഇതിനോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഏത് വാർത്തയെയും അതിനനുസരിച്ച് അത് ആ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താനാണ് പത്രധർമ്മം, അല്ലാതെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് മറ്റുള്ള വീക്കിലികൾക്കും അതിനൊന്നും ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. പത്രധർമ്മം ശരിക്ക് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആ സ്ഥാപനങ്ങൾക്ക് മാത്രമേ, അതിനകത്തെ ജോലിക്കാർക്ക് മാത്രമേ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ. അവർക്ക് ആനുകൂല്യങ്ങൾ, വളരെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മറ്റ് സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കില്ല. അപ്പോൾ ഇതിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ഈ നിയമം ഈ പത്രങ്ങൾ വഴി അല്ലാതെ ജനങ്ങളിൽ എത്തുകയില്ല. വെറുതെ നിയമമായിട്ട് പത്രത്തിൽ അടിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വായിക്കുകയില്ലാരും. അതിന് ഈ നിയമം മനസ്സിലാക്കിക്കലാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന്, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിപുലീകരിക്കുന്ന വിധത്തിലായിരിക്കണം അതിന്റെ ബോറടി ഇല്ലാതെ ജനങ്ങളിൽ എത്താൻ പാകത്തിന്. അതിനാണ് പത്രധർമ്മത്തിന് ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊന്നും ഇപ്പോഴത്തെ കാലത്തെ ആളുകൾക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലാകില്ല. പക്ഷെ എന്നിട്ട് ഈ നിയമം എത്രമാത്രം സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഓരോ പ്രദേശങ്ങളിലും തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഒരു തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷ എന്നാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജുഡീഷ്യറിയുടെ ആവശ്യമേ ഇല്ല. കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ അവരവർക്ക് തന്നെ അറിയാം ഇന്ന കാര്യം ചെയ്താൽ എന്ത് കിട്ടും. അയലോക്കത്തുകാരനും അറിയാം, അവനുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇന്ന തെറ്റ് ചെയ്തു, അത് ഇന്ന കുറ്റം അങ്ങോട്ട് ചെയ്തത് കാരണം ഇന്ന ശിക്ഷ കൊടുത്തേക്കാൻ പറഞ്ഞു വിധിക്കാം. അങ്ങനെയല്ല. ജുഡീഷ്യറിയില് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. എന്താണ് ജുഡീഷ്യറിയിലെ വാദപ്രതിവാദം? വാദിയും പ്രതിയൊന്നും വാസ്തവത്തിൽ ജുഡീഷ്യറിയിൽ അല്ല, ഈ കോടതികളില് അങ്ങനെയല്ല. വാദിയും പ്രതിയും എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാളെ വെക്കുകയാണ്. അങ്ങനെയല്ല. ഈ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈം എത്രമാത്രം അതിന് ക്രൈമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇയാള്. നിയമം അറിയാമെങ്കിൽ മാത്രമാണ് ക്രൈമാണോ ഇല്ലെന്നറിയുന്നത്. മനസ്സിലാണ്ട? ഒരു തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്നതിന് ശിക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ പ്രാന്തന്മാരെ ശിക്ഷിക്കാൻ നിയമമില്ല. എന്താ കാര്യം? പ്രാന്തനിലേക്ക് ആ നിയമം അവന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ നമ്മളുടെ സംവിധാനങ്ങൾക്ക് ശേഷിയില്ലാത്തിടത്തോളം കാലം പ്രാന്തന് ചെയ്യുന്നത് തെറ്റാകില്ല. അവൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഒരു കാള കുത്തി ഒരാൾ ചത്തു, കാളയെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. വണ്ടി ഇടിച്ച് ചത്തു, വണ്ടിയെ ശിക്ഷിക്കാൻ പറ്റുകയില്ല. മൈക്കിനെയൊക്കെ ശിക്ഷിക്കാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെങ്കിലും അതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്.
വണ്ടി ഇടിച്ചാൽ വണ്ടിയെ ശിക്ഷിക്കുകയില്ല, ആ വണ്ടി ഓടിച്ചിരുന്ന ആളിനെ മാത്രമേ ശിക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമം ഉണ്ടാക്കിയ നിയമം എത്ര കണ്ട് ഈ പ്രദേശത്ത് എത്തിക്കാൻ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് വാദിയും പ്രതിയുമായിട്ട് തിരിഞ്ഞു നിന്ന് ചർച്ചകൾ നടക്കുന്നത് കോടതിയിൽ. അല്ലാതെ കുറ്റം ചെയ്തവനും അതിന്റെ അനുഭവിച്ചവനും തമ്മിലുള്ളൊരു തർക്കമല്ലത്. ഇവർക്ക് പറയാനുള്ളതും അവർക്ക് പറയാനുള്ളതും കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കോടതി മനസ്സിലാക്കേണ്ടത് എന്താണ്? നിയമം എത്ര കണ്ട് ഇവിടെ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിനൊരു ഉദാഹരണം, ഒരു 10-20 വർഷം മുമ്പ് ഒരു വിധി വന്നത് വളരെ ഇതിന് യോജിച്ച ഒരു വിധിയായിരുന്നു. ഒരു ആദിവാസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു പ്രദേശത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അവർക്ക് സാധാരണ ജനങ്ങളുമായിട്ട് യാതൊരു ഇടപാടുമില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നടന്ന സംഭവമാണ് കേട്ടോ, അല്ലാണ്ട് ഇത് വെറുതെ ഉദാഹരണം പറഞ്ഞല്ല. അപ്പൊ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ അളിയനെ കൊന്നു എന്നുള്ളതാണ് കുറ്റം. അപ്പം ഇവിടെ പിടിച്ചോണ്ട് വന്ന് കോടതി കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, അല്ല കുറ്റം ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ചു, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതേ കുറെ ഗുണ്ടകളെ അങ്ങോട്ട് വിട്ട് എന്നെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നേച്ച് നിങ്ങളെല്ലാ ഗുണ്ടകളും കൂടി ചേർന്ന് ഞാൻ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞാൽ, അതെ എനിക്കതിനൊന്നും നിങ്ങൾ എന്ത് വേണേ ചെയ്തു. ഇപ്പം ഞാൻ എനിക്ക് ഒരു ബലമില്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, എല്ലാം സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ, ചെയ്യാം. പക്ഷെ എന്റെ മനസാക്ഷിക്കറിയാം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ മൂപ്പനോട് ചോദിച്ചു നോക്ക്, മൂപ്പൻ അറിയാം, ഞങ്ങളുടെ നാട്ടില് എല്ലാ കാര്യവും അറിയാം. മൂപ്പൻ പറയട്ടെ ഞാൻ തെറ്റ് ചെയ്തെന്ന്, ഞാൻ എന്തും സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ നിങ്ങൾ കുറെ ഗുണ്ടായുസം കാണിച്ച് എന്നെ പിടിച്ചോണ്ട് വന്നേച്ച് എനിക്ക് പറയാൻ കൂടി പറ്റാത്തൊരു സ്ഥലത്ത് നിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഉടനെ ജഡ്ജി വിധിക്കുകയും ചെയ്തു, ഇത് കോടതിയിൽ കൊണ്ടുവരേണ്ട കേസല്ല, ഇത് മൂപ്പൻ വിസ്തരിക്കേണ്ട കേസാണെന്ന് പറഞ്ഞ് ഉടനെ മൂപ്പന്റെ ഇടയ്ക്കിലേക്ക് കേസ് അയക്കുകയാണ് ചെയ്തത്. ഒരു 20-25 കൊല്ലം, എത്ര കൊല്ലമെന്ന് എനിക്കറിയാം, 20 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ വിധി വന്നത് വായിച്ചത് എനിക്ക് വളരെയധികം കൃത്യമായിട്ടുള്ളൊരു വിധിയായിരുന്നത്. അതേപോലെ പത്രധർമ്മത്തെ വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് അധിക സമയമായി പോയി, ഇന്നിവിടെ നിർത്താം. നന്ദി, നമസ്കാരം, നമസ്കാരം.